പ്രിയപ്പെട്ട കുട്ടികളെ, നാളെ നമ്മുടെ കെമിസ്ട്രി എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യാണ് ഈ ഒരു സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്യാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു ഭാഗമാണ് മോൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ മോൾ സങ്കല്പനം എന്ന് പറയുന്ന ഭാഗം. നമുക്ക് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 440 gram കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗിവൺ. ബ്രാക്കറ്റ് നമുക്ക് നൽകിയിട്ടുണ്ട് അറ്റോമിക് മാസ് ഓഫ് കാർബൺ ഈസ് 12 ആൻഡ് ഓക്സിജൻ ഈസ് 16 എന്ന് നൽകിയിട്ടുണ്ട്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഈ ക്വസ്റ്റ്യൻസ് തന്നെ മാറ്റിയിട്ടും മറിച്ചിട്ടൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നുണ്ടാകുക. അപ്പൊ അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഏതെങ്കിലും ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് തന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം അതെന്തായിരിക്കും, മോളിക്യൂൾ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനായിരിക്കും ഉണ്ടാകുക. നമുക്കൊന്ന് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് CO2, കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ ഇതിനകത്തുള്ള ആറ്റങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. ആദ്യം ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഏതാറ്റാണ്? കാർബൺ എന്ന് പറയുന്ന ആറ്റമാണ്. എത്ര ആറ്റം ഉണ്ട്? കാർബൺ വന്നിട്ട് ഒരാറ്റം മാത്രമാണ് കാർബൺ ഉള്ളത്. ആ ഒരു കാർബൺ ആറ്റം ഉണ്ട്. ആ ഒരു കാർബൺ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട് 12. കാർബൺ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട് 12 ആണ് കാർബണിന്റെ അറ്റോമിക് മാസ്. പ്ലസ് അടുത്തത് മറ്റൊരാറ്റമാണ് തന്നിട്ടുള്ളത്. ഏതാണ്? ഓക്സിജന്റെ അറ്റോമിക് മാസ് 16. അപ്പൊ നമുക്ക് രണ്ട് ആറ്റങ്ങളാണ് ഇതുള്ളത്, ഓക്സിജൻ ഉള്ളത്. 2 × 16 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോ 1 × 12 ആണ് വരിക. പ്ലസ് 2 × 16 32. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടുക? 44. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 44 ആണ്. അപ്പൊ ഏതൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ടെങ്കിലും അതിനകത്തുള്ള ആറ്റങ്ങൾ നോക്കുക, എത്ര ആറ്റം ഉണ്ട്, ആ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് ഇൻറ്റു ചെയ്ത് ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു മോളിക്യൂളിന്റെ അല്ലെങ്കിൽ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ മാസ് കിട്ടുന്നതായിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾ അല്ലെങ്കിൽ GMM. നമ്പർ ഓഫ് മോൾ ഓർ നമ്പർ ഓഫ് GMM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗിവൺ മാസ് അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം? തന്നിരിക്കുന്ന മാസ് ബൈ GMM. തന്നിരിക്കുന്ന മാസ് ബൈ GMM. തന്നിരിക്കുന്ന മാസിനെ നമ്മൾ എന്ത് ചെയ്യുക? GMM അഥവാ GMM എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലാർ മാസ് തന്നെയാണ് GMM. അപ്പൊ GMM കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 440. അവിടെ നമുക്ക് തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 440. 440നെ എന്ത് ചെയ്യുക? GMM കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 440 ഡിവൈഡ് ബൈ 44. 440നെ 44 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 മോൾ, 10 മോൾ എന്ന് കിട്ടും. അതേപോലെ തന്നെയാണ് GMM കണ്ടുപിടിക്കുക. GMM എന്ന് പറയുന്നതും മോൾ എന്ന് പറയുന്നതും ഒരേപോലെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ A, B രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു. C ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. നെക്സ്റ്റ് നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്മൾ B ക്വസ്റ്റ്യനകത്ത് മോള് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾ. നമ്പർ ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയ മോളിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അവോഗാഡ്രോ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും അവോഗാഡ്രോ നമ്പർ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടിയ മോള് 10 × 6.022 × 10⁻23. അതായത് 10 × 6.022 × 10⁻23. നമുക്ക് കിട്ടിയ മോളിന്റെ കൂടെ അല്ലെങ്കിൽ GMM നമ്പർ ഓഫ് GMMന്റെ കൂടെ അവോഗാഡ്രോ നമ്പർ എഴുതി കൊടുത്താൽ നമുക്ക് എന്തായി? നമ്പർ ഓഫ് മോളിക്യൂൾ അഥവാ തന്മാത്രയുടെ എണ്ണം നമുക്ക് കിട്ടുന്നതാണ്. ദെൻ D ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കണം. എല്ലാവർക്കും നമ്മളൊരു ടേബിൾ ഒക്കെ വെച്ച് പഠിച്ചതാണ്.
ഒരു മോളിന്റെ വോളിയം 22.4 ലിറ്റർ ആണെന്ന് അറിയാലോ. ഒരു മോളിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. അപ്പോ ടോട്ടൽ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ വോളിയം അല്ലെങ്കിൽ ആകെ വ്യാപ്തം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾക്ക് കിട്ടിയ മോൾ ഇൻറ്റു 22.4 അഥവാ നമുക്ക് കിട്ടിയ മോൾ എത്രയാണ്? 10 മോൾ. 10 ഇൻറ്റു 22.4 അഥവാ 224 ലിറ്റർ, 224 ലിറ്റർ ആയിരിക്കും ലഭിക്കുന്നുണ്ടാവുക. അവസാനത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് നമ്പർ ഓഫ് ആറ്റംസ്. ഇനി നമ്മൾക്ക് ടോട്ടൽ 440 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്നും കൂടി നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഈ ക്വസ്റ്റ്യൻ ടോട്ടൽ ആറ്റം നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. അതിനോട് കൂടെ 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 അതിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് നോക്കുക. ഒരു കാർബൺ ആറ്റവും ഉണ്ട്, 2 ഓക്സിജൻ ആറ്റവും ഉണ്ട്. അപ്പൊ ടോട്ടൽ ആറ്റം എത്രയാണ്? 3. ആ നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോളിക്യൂളിനെ ഇൻറ്റു ചെയ്യണം. അപ്പൊ 3 ഇൻറ്റു 10 നമുക്ക് എത്ര കിട്ടുക? 30. 30 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ലഭിക്കുന്നത്. അപ്പൊ നമ്മുടെ മോൾ കൺസെപ്റ്റില് GMM എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതില് വോളിയം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കിയിട്ടാണ് എക്സാമിന് പോകാൻ പാടുള്ളൂ.